കർത്താവേ, നിന്റെ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരായി മരിച്ചോ കരുളണമേ. നല്ലോർമ്മ നിന്റെ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ, നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുഖിയ യൂഹാനോനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. വിശുദ്ധന്മാരെന്നിവർ തൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിന്നേകസുത വചനമതാം രാജാധീശ നിന്നെ വാഴ്ത്തും ഞാൻ. സഹജമതായി മൃതിരഹിത കാരുണ്യത്താൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമീകാനാഗതനായി വിമലജശുചിയൻ നീയുള്ള മറിമാവിയലും ദൈവജനത്രീ കന്യകയമറിയാമീനും വേദവദന്യേ മാനവനായി ദൂഷിതനായ ഞങ്ങൾ കുടയോനാം മഷിയ നിജമൃതിയാലിവർത്തൻ ഹൃദയമേദീച്ചു നിഹനിച്ചോനെ അപരിപാവന ത്രിത്വൈക സ്വപിതാവോടൊപ്പം ജീവനഴും ഋഗുദിശാസഹിതം വന്നിതനി പരികീർത്തിതനി കൃപ ചെയ്യണം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു.
മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയിലായിസോൻ കുറിയിലായിസോൻ ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ ശ്ലീഹന്മാർ പോയി ജാതികളിടയിൽ ഭൂതലസീമയതോളം നല്ലേവൻ കൈക്കൊള്ളുവോർക്കൊക്കെയും ഭാഗ്യമിതെന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധ സ്ലീഹന്മാരുടെ നടപ്പുകളുടെ പുസ്തകത്തിൽ നിന്നും ഹാബീബായി ബാരിക്കുമോ. സ്ലീഹായുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവർ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകനും സാധുക്യരും അവരുടെ നേരെ വന്നു. അവർ ജനത്തെ ഉപദേശിക്കാനും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തിൻ്റെ യേശുവിൻ്റെ ദൃഷ്ടാന്തത്തിൽ അറിയിക്കാനും നീരസപ്പെട്ടു. അവരെ പിടിച്ചു വൈകുന്നേരമാകൊണ്ട് പിറ്റേനാൾ വരെ കാവലിലാക്കി. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. പിറ്റേനാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരുശലേമിൽ നിന്ന് ഒന്നിച്ചുകൂടി. മഹാപുരോഹിതനായ ഹന്നാവും കയ്യാഫും യോഹന്നാനും അലക്സാന്തരും മഹാപുരോഹിത വംശത്തിലുള്ളവർ ഒക്കെയും ഉണ്ടായിരുന്നു. ഹബീബായി ബാറക്കുമോ. പൗലോസ്ലീഹ ധന്യം ചൊൽകട്ടെ നീ ദൈവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിര വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം കൈക്കൊണ്ടവസാനിപ്പിപ്പോൻ ധന്യൻ. പരിശുദ്ധനായ പൗലോസ്ലീഹ റോമേക്കെഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായ് ബാർക്കമോ. സ്ലീഹായുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ന്യായപ്രമാണാത്മികം നാം അറിയുന്നുവല്ലോ. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിലക്കപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല ഭയക്കുന്നത്, എന്നെ അത്ര ചെയ്യുന്നത്. ഞാൻ എത്തിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലതെന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. എന്നിലെന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മ മാത്രം പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അതെൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബന്ധനാക്കി കളയുന്നു. ആഹായ് ബാറക്കുമോ. ബലികളണ ചേരിടുവേ കർത്തൃ പ്രാകാരേ നിർമ്മല കാഴ്ചയുമാ
കർത്തനേ സ്തുതി മദ്ബഹ മുൻപിൽ. ബാറയ്ക്കുമോർ നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്നും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ സ്തുതികളും നാം എല്ലാവരുടെ മേലും തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷതാവുമായ യേശു മിശിഹാ തമ്പുരാന്റെ മനുഷ്യാവതാരകാലത്തിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം യേശു തമ്പുരാൻ അവിടെ നിന്ന് പുറപ്പെട്ട് സോറിൻ്റെയും സീദോന്റെയും അതിർത്തികളിൽ ചെന്നു. ഇതാ പ്രദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ പുറപ്പെട്ടുവെന്ന് ദാവീദ് പുത്രനായ കർത്താവേ, എന്നിൽ മനസ്സലിയണമേ. എൻ്റെ മകൾ പിശാചിനാൽ കഠിനമായി ബാധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവൾ നിലവിളിച്ചു പറഞ്ഞു. തമ്പുരാൻ അവളോട് മറുപടി പറഞ്ഞില്ല. അപ്പോൾ ശിഷ്യന്മാർ അടുത്തിരുന്ന് അവനോട് അപേക്ഷിക്കുകയും നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്ന ഇവളെ പിരിച്ചുവിടണമേ എന്ന് പറയുകയും ചെയ്തു. യേശു തമ്പുരാൻ അവരോട്, ഇസ്രായേലിൻ്റെ നഷ്ടപ്പെട്ടുപോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ ഞാൻ അയക്കപ്പെട്ടിട്ടില്ല എന്ന് മറുപടി പറഞ്ഞു. അവളോ അടുത്തു വന്ന് വന്ദിച്ചിട്ട്, എൻ്റെ കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവളോട്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് യുക്തമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ, സത്യം തന്നെ കർത്താവേ, എന്നാൽ നായ്ക്കളും അവയുടെ യജമാന്മാരുടെ മേശകളിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്ന് ജീവിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത് തന്നെ, നീ ആഗ്രഹിക്കുന്ന പ്രകാരം നിനക്ക് ഭവിക്കട്ടെ എന്ന് കൽപ്പിച്ചു. ആ നാഴികയിൽ തന്നെ അവളുടെ മകൾ സൗഖ്യപ്പെടുകയും ചെയ്തു. യേശു തമ്പുരാൻ അവിടം വിട്ട് ഗലീല കടൽ തീരത്ത് ചെന്ന് മലയിൽ കയറിയിരുന്നു. അപ്പോൾ വലിയ പുരുഷാരം അവൻ്റെ അടുക്കൽ ചെന്നു. അവരോടുകൂടി അനേകം മുടന്തരും കുരുടരും മൂകരും അംഗഹീനരും മറ്റും ഉണ്ടായിരുന്നു. അവർ അവരെ യേശു തമ്പുരാന്റെ തൃപ്പാദത്തിൽ വയ്ക്കുകയും അവൻ അവരെ സൗഖ്യപ്പെടുത്തുകയും ചെയ്തു. മൂകർ സംസാരിക്കുകയും അംഗഹീനർ സൗഖ്യപ്പെടുകയും മുടന്തർ നടക്കുകയും കുരുടർ കാഴ്ച പ്രാപിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ട് പുരുഷാരം അത്ഭുതപ്പെട്ടു. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ സ്തുതിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. നമ്പർ 294. ജനമധ്യേ നിന്നു കനാന്യ സ്ത്രീകൾ മഷിയ കൃപ തോന്നണമെന്നിൽ കൃപയാ പ്രേരിതനാ നിജ സൃഷ്ടികളെ രോഗക്ലേശങ്ങൾ നീക്കി കാപ്പ നീലോകം ഭൂകി ഘോരദുരാത്മാവിൽ നിന്നും രക്ഷിക്കൻ മകളെ
സൃഷ്ടിയെ സന്ദർശിച്ചോനി നാദ സ്തുതിയേവം ഹാലേലുയ്യ പകലവൾ പാടും ബാറുഖ്യമോർ സൗമൻഗാലോ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പൂഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണവേ. ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ച് ഉണ്മയിലേക്ക് വരുത്തിയ ഉന്നതനും ഉത്കൃഷ്ടനും തൻ്റെ വിലയേറിയ രക്തത്താൽ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ ഉദ്ധരിച്ച് പുത്രപദവി ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത പ്രധാനാചാര്യനുമായ കർത്താവിന് സ്തുതി. നിനക്ക് ദൈവികമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി സോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും നിയോഗ്യമാകുന്നു. ബാറകിമോർ കാരുണ്യവാനായ കർത്താവിനു മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിനു മുമ്പാകെയും ദേവിയോ സ്വർഗീയമായി വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായി വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട ഈ ആചാര്യൻ്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. അസ്യോനോഹോക്കിൽ പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ എൻ്റെ നാഥ എണ്ണപ്പെടുവാൻ പാടില്ലാത്തവണ്ണം വളരെയും വലിയമായ എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സകലജനത്തിൻ്റെ പാപങ്ങളും മായ്ച്ചു കളഞ്ഞ് ഉത്തമനേ ദൈവതോ നീ ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർക്കണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മാത്രമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ വിശ്വാസികളായ സകല വാങ്ങിപ്പോരുടെ ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാവുന്ന പനിമഞ്ഞ് തെളിക്കണമേ. കർത്താവും മഹത്വത്തിന് നാഥനുമായി മിശിഹ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപമുടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ
വബുകൂല സുബാൻ തന്റെ ആട്ടിൻകൂട്ടത്തിന് വേണ്ടി ബലിയായി തീർന്ന ഉത്തമയുടേനായുള്ളോവേ, നിനക്ക് സ്തുതി. ഭൂമിയിലെ നിന്നെ ഭൂഴിയായ എന്നെ നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ തിരുനിവാസ സ്ഥാനത്ത് പ്രവേശിക്കുവാൻ കരുണയോട് നീ അർഹനാക്കി തീർക്കുകയും നിന്റെ ശ്രേഷ്ഠതയുടെ മഹാവിശുദ്ധ സ്ഥലമാകുന്ന മഹോന്നതങ്ങളിലേക്ക് എന്നെ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്നവരായ ക്രോപേന്മാരുടെയും നിനക്ക് കാദീഷ് പാടുന്നവരായ ശ്രോപ്പേന്മാരുടെയും ഗണത്തിൽ എന്നെ ചേർക്കുകയും ചെയ്തതിനാൽ ദൈവമേ, നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇതാ അഗ്നിമയമായ സ്ഥലത്ത് നിന്റെ അഗ്നിസിംഹാസനത്തിന് മുമ്പാകെ നിന്നുകൊണ്ട് നിന്റെ ജനത്തിന് പാപപരിഹാരവും സൃഷ്ടി മുഴുവനും വേണ്ടി മോചനവും ഞാൻ യാചിക്കുന്നു. എൻ്റെ കർത്താവേ, ആവശ്യക്കാരുടെ മുമ്പിൽ നിന്റെ സമൃദ്ധമായ ശ്രീഭണ്ഡാരം തുറന്ന് നിന്റെ ഇടവകയിലെ ആടുകളിൽ നിന്റെ അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകണമേ. കടക്കാരുടെ കടച്ചീട്ടിനെ കീറിക്കളയണമേ. പാപികളുടെ കടങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ നിന്റെ ഓർമ്മയിൽ നിന്ന് മായ്ച്ചു കളയണമേ. നഷ്ടപ്പെട്ടു പോയവർ നീ മുഖാന്തരം തിരിച്ചു വന്ന് തിരുമുമ്പാകെ സമ്മേളിക്കുമാറാകണമേ. കർത്താവേ, നിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ ബലിയെ ഞങ്ങൾ സമീപിക്കുന്നു. നിന്റെ വിശുദ്ധ റൂഹ ഈ കുർബാനയിൽ പ്രീതിപ്പെട്ട ഇറങ്ങി വന്ന് ഇതിനെ ശുദ്ധീകരിക്കുകയും അനീതികളിൽ നിന്ന് ഞങ്ങളെ നിർമ്മലരാക്കി അനശ്വര വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിലെ ആനന്ദത്തിൽ നിന്ന് ഞങ്ങളെ ദൂരത്താക്കി കളയുകയും ചെയ്യരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ കർത്താവ് അവിടുത്തെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയും ദാസനുമാകുന്ന ഞാൻ ഇപ്രകാരം കീർത്തിച്ച് ചൊല്ലുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവനും വിശുദ്ധിയുമുള്ള റൂഹ പരിശുദ്ധൻ, താൻ നമ്മുടെ ആത്മാക്കളുടെ മേലും നമ്മുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധി മാത്രമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളാവുന്ന വിശ്വാസികളായ സ്ഥലവാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും രണ്ട് ലോകങ്ങളിലും മനസ്സലവ് തോന്നി പാപിയായ ഈ നിന്റെ ദാസന്റെ ധൂപകലശത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. ബത്രീയുന്നൻ
മറയ്ക്കുമോർ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട ഈ ആചാര്യന്റെ പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകവും മുമ്പേ പിതാവിൽ ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടതനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സഹോദരങ്ങളെ, ഗുരുക്കന്മാരെയും ഈ കുർബാന കർത്താവ് കൈക്കൊള്ളുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും നിബിയന്മാരും ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായിലും കാതോലികവും ശ്ലൈഹികവുമായ ഏകവിസഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമായി ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മനുഷ്യയുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ശിനമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. യോജിക്കീണ്ടും സമയമിത് മോചിക്കും നാഴിക ഇതുതാൻ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാസമയം ഉന്നത പദവിയിലേറിയതാ പ്രിയരേതു കരുണയുടെയും അലിവിൻ്റെയും സമയം താൻ സത്യസ്നേഹത്തോടെ സമാധാനം നൽകും സമയം താൻ നാഥ കൃപ ചെയ്തിടണമേ, നാഥ കൃപ ചെയ്യുക കനിവാ, നാഥ ഉത്തരമരുളി ചെയ്തടിയാരോടു കൃപ ചെയ്യണമേ. പ്രിയരേതു കരുണയുടെയും അലിവിൻ്റെയും സമയം താൻ സത്യസ്നേഹത്തോടെ സമാധാനം
ദാനം നൽകും സമയം താൻ. തമ്മിൽ നീരാക്കും സമയം Barkimor stomen galos ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നാഥനും ഉന്നതനും അദർശനുമായ ദൈവമേ, നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളുടെ ഇടയിൽ വാഴ്ന്നേണമേ. ആയുഷ്കാലം മുഴുവനും നിന്നോടുള്ള സ്നേഹവും ഇഷ്ടവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ അബുകൂല സുബാൻലുന്മേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവൻ്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. മാളികയിൽ ശേഷന്മാരോട് നാളുകളിൽ നാദൻ കൽപ്പിച്ചാനേവം ശ്ലോമോ പ്രിയരേ നിങ്ങളിലേ ശ്ലോമോ വാഴട്ടെന്നാളും ലോകാന്ത്യത്തോളം തന്നെ. ബാർക്കിമോർ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, ഞങ്ങൾ തിരുമുമ്പാകെ തലവണങ്ങിക്കൊണ്ട് ഹൃദയവേദനയോട് നിന്നോട് പ്രാർത്ഥിക്കുന്നു. മനോദുഃഖിതർക്ക് ജീവൻ നൽകുന്ന നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും വാഴ്ത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻലുന്മേ. കർത്താവേ, നീ ഞങ്ങളുടെ നേരെ തിരിഞ്ഞും എളിയവരും നിന്റെ ദാസരുമാവുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ ശ്രദ്ധിച്ച് കേൾക്കണമേ. ഈ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കപ്പെടുന്ന ഈ സമയത്ത് തിരുമുഖം ഞങ്ങളിൽ പ്രകാശിപ്പിക്കണമേ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനുമായി തീരുവാൻ സംഗതിയാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻലുന്മേ. ബാറയ്ക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടി നിന്ന് ബഹുമാനപ്പെട്ട ഈ പട്ടക്കാരൻ്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള വലിയ സകലത്തിൻ്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും മണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവും ആകുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും
പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. അവിടുത്തെ ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് മശിഹ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ഇരിക്കുന്നു. ഭയഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, മാലാഖമാരും പ്രധാന മാലാഖമാരും അദൃശ്യനായി നിന്നെ ശ്രേഷ്ഠതയെ സ്തുതിച്ച് പോഴ്ത്തുന്നതായ ഈ സമയത്ത് ഞങ്ങളും ഉന്നത ശബ്ദത്തിൽ കാദീഷ് പാടി നിന്നെ മഹത്വപ്പെടുത്തുന്നു. മസാക്കിങ്ങോയേ ഓമറേ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. നമ്മുടെ കർത്താവ് മനസ്സോടെ കഷ്ടത അനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തൻ്റെ വിശുദ്ധ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്ത ശേഷം വാഴ്ത്തി ശുദ്ധീകരിച്ചു. ബാറേ ഉക്കാദേ വക്സോ മുറിച്ച് തൻ്റെ വിശുദ്ധ സ്ലിഹന്മാർക്ക് നൽകിയവരോട് ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും നിങ്ങൾക്ക് നിത്യജീവന് വഴിയാഹാരമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാവുന്നു എന്ന് അരുളി ചെയ്തു. വൽഹായേ ദൽവോലം ഉൽമീ. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം വീഞ്ഞും വെള്ളവും ചേർത്തുണ്ടാക്കിയ കാസായും താനെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ചു. ബാറേ ഉക്കാദേ. തൻ്റെ പരിശുദ്ധ ശിഷ്യന്മാർക്ക് നൽകിയവരോട് ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും കടങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുന്ന എൻ്റെ രക്തമാവുന്നു എന്ന് അരുളി ചെയ്തു. വൽഹായേ ദൽവോലം ഉൽമീ. ഇവയെ നിങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ വരുന്നതുവരെ എൻ്റെ മരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും ഓർമ്മയെ നിങ്ങൾ അനുഷ്ഠിച്ചുകൊള്ളുവിൻ എന്ന് കർത്താവ് അവരോട് കൽപ്പിച്ചു. ദാമോദോസേനോ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുകയും നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ കൽപ്പനകളെ ഞങ്ങൾ അനുസരിക്കുന്നു.
നിന്റെ മനുഷ്യാവതാര സ്മരണയെ ഞങ്ങൾ നിർവഹിക്കുന്നു. സംപ്രവചനവുമായി നിന്റെ വരവിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. പ്രമജനവും ഭയങ്കരവുമായി നിന്റെ സിംഹാസനത്തിൽ നീയിരിക്കുമ്പോൾ ഞങ്ങളുടെ പാപങ്ങളെ നീ ഓർക്കരുതേ. പിന്നെയോ ദയാപൂർവം ഞങ്ങളെ നോക്കി ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. ഇവയ്ക്ക് വേണ്ടി നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവശക്തിയുള്ള പിതാവാ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോടുകൂടെ ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായോരേ കരുണതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടു കൂടി ഇറങ്ങി വെക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിൻ. ഞങ്ങളെല്ലാവരോടും സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോടുത്തരമരുളണമേ. കർത്താവേ, എന്നോടുത്തരമരുളണമേ. കർത്താവേ, എന്നോടുത്തരമരുളി. ഉത്തമനേ, ദൈവതോ ഞങ്ങളിൽ കരുണ ചൊരിയണമേ. കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായിസോൻ. പരിശുദ്ധ റൂഹ അദൃശ്യനായി പറന്ന് ആവസിച്ച് ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ തിരുശരീരമായി പൂർത്തീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റൂഹ ആവസിച്ച് ഈ കാസായി ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ തിരുരക്തമായി പൂർത്തീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന ഇവയ നിന്റെ ജനത്തിന് സംരക്ഷണയ്ക്കും ശക്തി നൽകുന്നതും സ്വർഗരാജ്യത്തിലേക്ക് ക്ഷണിക്കുന്നതുമായി തീരണമേ. ആയത് നിന്റെ ഏകജാതന്റെ കൃപയാലും മനുഷ്യ സ്നേഹത്താലും സാധിക്കുമാറാകണമേ. അവൻ മുഖാന്തരം അവൻ്റെ കൂടെ നിനക്കും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും യോഗ്യമാവുന്നു. ഓശോ വബുക്കൂല സുബാൻ ബാരിക്കുമോർ എന്നീ ആയുഷ്കാലത്തും നമ്മുടെ അതിശന്മാരായിരുന്ന 4 ഭാഗങ്ങളുള്ള ദൈവത്തിന് വിശ്വസകളെ മേയിച്ചു വരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായ ദൈവത്താൽ നിലനിർത്തിവിട്ടു പോരുന്ന നമ്മുടെ പാത്രികേസന്മാരായ ആബുന്മാർ ഇഗ്നാത്യസിന് വേണ്ടിയും ആബുന്മാർ ബസേലിയസിന് വേണ്ടിയും ആബുന്മാർ ഗ്രിഗോറിയസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പട്ടക്കാരൻ ആബുന്മാർ തീമോത്യോസിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതയിൽ നീ മധ്യസ്ഥമായിരിക്കണമേ. ഇന്ന് ഞങ്ങൾ ആർക്കു വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു ആയവരെയും അർപ്പിക്കുവാൻ കഴിയാതെ പോയവരെയും തിരുമുമ്പാകെ ഞങ്ങൾ ഓർക്കുന്നു. നീ കൃപയോടെ അവരുടെ കുർബാനകളെയും വഴിപാടുകളെയും പ്രാർത്ഥനകളെയും നീ കൈക്കൊള്ളണമേ. ഞങ്ങളെ വിദ്വേഷിക്കുന്ന ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ.
ഓശോ വവുക്കൂലസുബാൻ ലൗൻമീ. സർവശുദ്ധയുമായ കർത്താവേയും പലവിധമായ കടൻ പ്രശ്നങ്ങളകപ്പെട്ട് നിന്നെ ആശ്രയിച്ചിരിക്കുന്നത് രക്ഷിക്കും വേണ്ടിയും വേഗത്തിൽ നീ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയും ഈ നാരികരും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം ബലഹീനമായ ഞങ്ങൾ ഓരോരുത്തരും മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങൾ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങൾ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭകളായ മക്കളായ വിശ്വാസികളായ എല്ലാവർക്കും അന്നേനും ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഖത്തുള്ള തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, കോപത്തിൽ നിന്നും പീഡകളിൽ നിന്നും ശിക്ഷാവിധികളിൽ നിന്നും കോപവടികളിൽ നിന്നും നിർദ്ദയന്മാരായ അധികാരികളിൽ നിന്നും ഞങ്ങൾ സംരക്ഷിക്കപ്പെടണമേ. നീ ഞങ്ങൾക്ക് സങ്കേതവും സ്ഥാനവും സഹായമായിരിക്കണമേ. ഓശോ വബുക്കൂല സുബാൻ ലൗൻമീ. ബാറിക്കുമോർ നാൽഭാഗമുള്ള ദൈവത്തിൻ്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ വളർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃതമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിശ്വാസപൂർവ്വം നിന്നെ വിളിക്കുന്നവർക്ക് വേഗത്തിൽ നീ ഉത്തരമരുളണമേ. പാപങ്ങളുടെ ശിക്ഷാവധിയിൽ നിന്നവരെ നീ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുക്കൂല സുബാൻ ലൗൻമീ. ഭൂമിയിലെ സകലവംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതായി മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളുടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും ഏവെങ്കേലിയസന്മാരെയും സഹദേന്മാരെയും ഔദ്യാനന്മാരെയും ഭാഗ്യവാനും തൻ്റെ യജമാൻ്റെ മുന്നോട്ടക്കാരനുമായ മാറിയുവാനും അബ്ദാനായും ചെമ്മാശന്മാരി പ്രധാനിയും സഹദേന്മാരി മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായി മാർ സേഫാനോസിനെയും സ്ലീഹന്മാരി തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മർദ്ദോമാ സ്ലീഹായെയും ശേഷസാല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, നിന്റെ വിശുദ്ധന്മാരുടെ സൗഭാഗ്യ സമൂഹത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. അവരുടെ പരിശുദ്ധ കൂടാരങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. അവരോടുകൂടെ ഞങ്ങൾ ആത്മീയാനന്ദം അനുഭവിക്കുമാറാകണമേ. ഞങ്ങളും അവരും നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുക്കൂല സുബാൻ ലൗൻമീ. ബാറയ്ക്കുമോർ ശ്ലൈഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലസ്യങ്ങൾ കേൾപ്പിച്ചെന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയുടെ മുമ്പ് കൂട്ടിയുന്നത് പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കാലും ഗുസമീനോസ് പോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പുതുസനോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ദർശകരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഓർശ്ലേമിൻ്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്ലീഹായും സാദായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദിവന്നാസ്യോസും അത്താനാസ്യോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറംസും തിമോത്തിയോസും പീലക്സീനോസും മന്ദീമോസും ഇയാവാനീസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച്
സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നതഗോപുരവുമായ പ്രസിദ്ധനായ മാർ കോറിയലോസും സുറിയാനക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തോണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചനുമായ ഞങ്ങളുടെ പാത്രീർഗീസ് മോർ സേവേറിയാസും സത്യവിശ്വാസത്തെ നേർത്തിയ നീതിമാനും പരിശുദ്ധമായ ഞങ്ങളുടെ ബാവമാർ യാക്കോബ് പ്രധാനായി മാറപ്രിയം മാർ യാക്കോവും മാറസാഖും മാർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർ ബർസവുമായും മാർ ക്ഷമവും ദസ്തുനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാറഭായും എൽദോമാർ ബസീലിയോസും മലങ്കരയിലെ പരിശുദ്ധന്മാരായ മോർ ഗ്രീഗോറിയോസും മോർ ദിവന്നാസ്യോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാർശ്യങ്ങൾ കേൾപ്പിച്ചവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടിയും ഇവരുടെ ശേഷമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയിൽ ശരിയായി സുവിശേഷം പ്രചരിപ്പിച്ചിട്ടുള്ളവരെ നീ ഓർക്കണമേ. സ്വീകാര്യയോഗ്യമായ അവരുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. കാരുണ്യവാനായ ദൈവമായ കർത്താവേ, നീ ഞങ്ങളെ സഹായിച്ച് അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ ബാർക്കിമോർ അരുവികളെയും സകല ചടങ്ങുകളെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ ആത്മാവിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെ ഞങ്ങൾ ഓർക്കുന്നു. ഇവരുടെ ആത്മാക്കളെ അരിവുകളെയും തൻ്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മഷിയായോട് ധാരാളമായ തന്നെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തോളാനുമായിട്ട് നാം അപേക്ഷ പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയേലായിസോൻ എന്ന് ടെസ്റ്റ് പറയണം. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. കർത്താവേ, ഞങ്ങളുടെയും അവരുടെയും നാമങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ നാമങ്ങളോടുകൂടി നീ ചേർക്കണമേ. ഞങ്ങളുടെയും അവരുടെയും കുറ്റങ്ങളെ നീ ഓർക്കരുതേ. ശരീരികളായവരിൽ നിന്റെ ഏകപുത്രൻ മാത്രമല്ലാതെ പാപത്തിൽ നിന്ന് നിർമ്മലനായി മറ്റാരും ഇല്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങൾ ഇന്ന് വാങ്ങിപ്പോയിരിക്കുന്ന മരിച്ചവരെ നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടെ മനസ്സുകൂടാതെയും അറിവോടെ അറിവുകൂടാതെയും നിന്റെ മുമ്പിൽ ഞങ്ങളോരം ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, പാപികളും എളിയവരും നിന്റെ ദാസരുമാകുന്ന ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ശക്തിയേറിയ നിന്റെ വലത്തുകൈ നീട്ടി പാപക്കിണിയിൽ വീഴാതെ ഇരിക്കുവാൻ ഞങ്ങളെ താങ്ങണമേ. ലജ്ജ കൂടാതെ തിരുമുമ്പാകെ നിൽക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ വാങ്ങിപ്പോരെയും അനശ്വരമായ മണവറയിലേക്ക് നയിക്കണമേ. ഇവിടെയും അവിടെയും വന്യവും വിശുദ്ധവുമായ നിന്റെ തിരുനാമം നിന്റെ ഏകപുത്രനോടും വിശുദ്ധ റൂഹായോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിച്ച് പുകഴ്ത്തപ്പെടുകയും ചെയ്യുമാറാകണമേ. ഓശോ വബുകൂല സുബാൻ
വരെയും ലോകാലോകം ചെയ്യുന്നു. ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമാവുന്ന യേശുമിശിഹാവുന്ന ദൈവത്തിൻ്റെ കൃപകളും കരുണകളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പേജ് നമ്പർ 294. ഭൂതത്താലന്മകളേറ്റം ഹല്ലേലൂയ ഹല്ലേലൂയ. കണ്ടാലും ക്ലേശിക്കുന്നു ബോരയ്ക്കുമോ കുറിയേലായിസോ. സങ്കടമോട് കനാന്യ സ്ത്രീ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്തൻ പക്കൽ ചെന്നേവം ബാരയ്ക്കുമോ. വിശ്വാസം വിജയിച്ചു ഹല്ലേലൂയ ഹല്ലേലൂയ. തൽസുതസൗഖ്യം പ്രാപിച്ചു ബാരയ്ക്കുമോ കുറിയേലായിസോ. മർത്യന്മാർക്കും ഹല്ലേലൂയ. ദിയുമാറ്റാനായി വെഴുമാത്മജനെ വിട്ടു ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്പുടയോൻ താതൻ സ്തുത്യൻ ബാരയ്ക്കുമോ കുറിയേലായിസോ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ബർക്കിമോർ നമ്മുടെ കർത്താവിനോട് ജന്മദിനം വിവാഹ വാർഷികവും ആചരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്കും സഹോദരീ സഹോദരങ്ങൾക്ക് വേണ്ടി ധാരാളം അനുഗ്രഹങ്ങളും കരുണയും നാം യാചിച്ചു. വീണ്ടും അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയും സമാധാനത്തിലും ശാന്തിയിലും അവർ ജീവിക്കുന്നതിന് വേണ്ടിയും പ്രതിസന്ധികളിൽ നിന്നും പ്രതികളിൽ നിന്നും അവർ കാത്തുകൊള്ളപ്പെടുന്നതിന് വേണ്ടിയും ദൈവരായത്തിന് അവകാശികളാകുന്നതിന് വേണ്ടിയും എല്ലായ്പ്പോഴും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കൃപയാൽ അവർക്ക് സൗജന്യമായി നൽകണമേ.
കർത്താവേ, മേലുള്ളവരും താഴെയുള്ളവരും ആത്മീയരും മൺമേരും നിന്നെ വന്ദിക്കുന്നു. ബലഹീനരും ദുരിതമനുഭവിക്കുന്നവരുമായി ഞങ്ങളാവും നിന്റെ ദാസരാവുന്ന ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയും നിന്റെ കരുണയോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പാപത്തിൻ്റെ സകല അശുദ്ധിയിൽ നിന്നും അനീതിയിൽ നിന്നും ഞങ്ങളെ വെടിപ്പാക്കണമേ. നിർമ്മലവും നിഷ്കളങ്കവുമായ ഹൃദയത്തോടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമാറാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ അങ്ങോട്ടും ഞങ്ങളെ രക്ഷയുള്ളണമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ മഹാകരുണ ഞങ്ങളിൽ ചൊരിയണമേ. ദുഷ്ടനിൽ നിന്നും അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ദുഷ്ടന്മാരും ദ്രോഹികളുമായ മനുഷ്യരിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. ഓശോ വബുക്കൂല സുബാൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കണമേ. പറയ്ക്കുമോർ അണയ്ക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകൾ കുനിക്കുന്നു. കർത്താവേ, ഇപ്പോൾ തിരുമുമ്പാകെ തലകുനിച്ച് നിന്റെ കരുണകൾ പ്രതീക്ഷിച്ച് നിൽക്കുന്ന നിന്റെ ജനത്തെ നീ ദർശിക്കണമേ. നിനക്ക് സഹജമായിരിക്കുന്ന പ്രകാരം ഇവരുടെ ഉത്തമ യാതനകൾക്ക് നീ ഉത്തരമരുളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുക്കൂല സുബാൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവിന് ഉണ്ടായിരിക്കട്ടെ. തഹവേ തൈബൂസോറഹവേ, വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയില്ലാത്ത സ്വയംഭൂവും അനാദിന്യവും വന്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ വിശുദ്ധ തൃത്വത്തിൻ്റെ കൃപകളും കരുണകളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. പറയ്ക്കുമോർ ഭയത്തോടും വിറയലോടും കൂടി നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകരുവായുമല്ലാതെ പരിശുദ്ധനില്ല. പുത്രനും ജീവനുള്ള വിശുദ്ധ റുഹായിക്കും എന്നേക്കും സ്തുതി. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കി തീർക്കുന്ന ജീവനുള്ള ഏക വിശുദ്ധ റൂഹായും നമ്മോടുകൂടെ
കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ആയുഷ്കാലേ പഠിപ്പിച്ചാതൻ മാരെയോർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വതരാജി സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാരെന്നീ വരോപം ദേവസുതൻ ആശ്വാസമവർക്കീടും ഒറിയോരായി മേലൈനു നിന്നാൽ സ്തുതിയോട് രാജമകൾ ഹാലേലുയ്യായോ ഹാലേലുയ്യാ നിൻ വലമായി രാജഭാമിനിയും മോഹിപ്പാൻ ഹാലേലുയ്യായോ ഹാലേലുയ്യാ നിൻ ജനമോർക്കാക പ്രതിഗ്രഹവും ബാരകുമോ ശുഭഹുലാബോലെ ബറുവൽ റൂഹോ കാദിശോ നൂലം വാദാമുലവോലം വൽമീനാമീൻ ഭക്തർ പുകഴ്ച ഭജനമേ നിന്നിരുദിച്ചോരികസുതൻ തൃക്കരയങ്ങളിൽ അലിവാതൻ പക്കലപേക്ഷയാണ് കേണം സൗമൻ കാലസ്കുറിയിലായിസോ മറിയാമിൻ സ്മരണം വരദായകമാക തൽ പ്രാർത്ഥന ഞങ്ങൾ കാത്മാവിനു കോട്ടാബാരകുമോ ശുഭഹുലാബോലെ ബറുവൽ റൂഹോ കാദീശോ ദൈവപ്രസവിത്രീ കന്യകമറിയാമിൻ ഉയരും നോയാരിൽ സുഖപരിമളധൂപം മുറിയോറാഹി മേലൈനുവാദരി നിർത്തിയിടരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ളർദ്ധനയെ ഞങ്ങളിലാദ്രത തോന്നിടാൻ ഏകാത്മജനോട് നയവാൻ പന പോലെ തളർത്തിടമേ ഹാലേലുയ്യ വളരും അവൻ ലബനോൻ കാരകൾ തളിരിട്ട് തളിച്ചിടുമേ ഹല്ലേലൂയ വളരുന്നവർക്ക് ദുഷ്ടി പുഷ്ടികളും പറയുമോ ശുഭഹുലാബോലെ ബ്രോവൽ റൂഹോ കാദിശോ മൂലം വാദാമിൽ മൂലം മീനാമീ ഒരുപോലിങ്ങും മാർത്തോമാസ്ലിഹ ഉദണമീനിൻ പ്രാർത്ഥന നീ ഓർമ്മേ ബഹുമാനിച്ചോർക്ക സ്കുറിയിലായിസോ ഭാഗ്യം നീബിയർക്കും ഭാഗ്യം ശ്രീഹർക്കും ഭാഗ്യം സദീർക്കും പുനരുദ്ധാനദിനെ ഭാഗ്യമോ ശുഭഹുലാബോലെ ബ്രോവൽ റൂഹോ കാദിശോ മഷിഹായെ കാൺമാൻ കാംക്ഷിച്ചൊരു സഹീർ വാളാൽ ചിറകുകൾ പൂണ്ടുന്നത പദമേറി പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധമായ നോമ്പിലെ 4-ാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുക.
മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നോമ്പ് അതിൻ്റെ പാതിയോട് അടുക്കുകയാണ്. ഈ വരുന്ന ബുധനാഴ്ച പാതി നോമ്പ്. പാതി നോമ്പിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ 25 ദിവസക്കാലത്തോളം നമ്മൾ നോറ്റ നോമ്പിൻ്റെ അനുഭവങ്ങളെ ഒന്ന് തൂക്കി നോക്കുവാനുള്ള സന്ദർഭമാണ്. എത്രമാത്രം ആത്മാർത്ഥതയോടെ, എത്രമാത്രം തീഷ്ണതയോടെ ദൈവസന്നിധിയിൽ നമുക്ക് ഈ നോമ്പ് അനുഷ്ഠിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ആത്മവിചിന്തനം ചെയ്യുവാൻ ഈ സമയം നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ ഏവങ്കേലിയൻ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് സുപരിചിതമായ വേദഭാഗമാണ്. എല്ലാ വർഷവും വായിച്ചു കേൾക്കുന്ന വേദഭാഗം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു കേട്ടതും ഈ നോമ്പിൻ്റെ ചിന്തകളിൽ ധാരാളമായി പങ്കുവയ്ക്കുന്നതും വിശ്വാസവും സൗഖ്യവും ഒക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. പ്രത്യേകാൽ ദൈവസന്നിധിയിൽ നമ്മുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന നാളുകളായി ഈ ദിവസങ്ങളെ മാറ്റണം എന്നുള്ള വലിയ സന്ദേശം കൂടി നമുക്ക് ഇതിൽ നൽകുന്നു. കർത്താവ് സോറിൻ്റെയും സീദോൻ്റെയും അതിർത്തികളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഒരു കനാന്യ സ്ത്രീ പുറപ്പെട്ടു വന്ന്, ദാവീദ് പുത്രനായ കർത്താവേ, എന്നിൽ മനസ്സലിയണമേ, എൻ്റെ മകൾ പിശാചിനാൽ കഠിനമായി ബാധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവൾ നിലവിളിച്ച് പ്രാർത്ഥിക്കും. പ്രത്യേകമായി ഇതിൻ്റെ പശ്ചാത്തലം ഒന്ന് ഓർത്തിരിക്കുന്നത് നന്നാണ്. യഹൂദന്മാർ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലും യഹൂദന്മാരുടെ ഇടയിലും തരംതിരിവുകളൊക്കെയും ഉണ്ടായിരുന്നുവെങ്കിലും ആ കാലഘട്ടത്തിൽ ഏറ്റവും സമുന്നതരായ ഒരു വിഭാഗമായി യഹൂദന്മാർ ജീവിച്ചിരുന്നു എന്നുള്ളത് വാസ്തവം. എന്നാൽ ഈ ഉന്നതമായ സ്ഥാനത്ത് ഇരുന്ന് മറ്റുള്ളവരുടെ ബഹുമാനങ്ങൾ സ്വീകരിക്കുമ്പോഴും ഒരു കൂട്ടം ആളുകളെ തങ്ങളുടെ സമൂഹത്തിന് വെളിയിൽ ഒരു വിലയും കൽപ്പിക്കാതെ അവർ മാറ്റി നിർത്തിയിരുന്നു എന്നുള്ളതാണ്. അവർ ഒരു പക്ഷെങ്കിൽ മോശമായ പേരുകൾ പോലും വിളിക്കാൻ ഈ യഹൂദന്മാർ ഒരു മടിയും കാണിച്ചിരുന്നു. കർത്താവിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ശമരിയക്കാരത്തി സ്ത്രീയെപ്പറ്റി നമ്മൾ വായിക്കുന്നു. ഒരു യഹൂദനായ മനുഷ്യൻ ശമരിയക്കാരിയായ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിച്ചു കുടിച്ചതിൻ്റെ കോലാഹലങ്ങളെപ്പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടു. ഒരുവിധമായ ബന്ധവും സൂക്ഷിക്കാതെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു വിഭാഗം ജനത. അങ്ങനെയുള്ള ഒരു കൂട്ടത്തിൽ നിന്നാണ് അവരെ കനാനീരിൽ നിന്ന് വന്ന ഒരു സ്ത്രീയാണ് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളെ വാങ്ങിക്കുവാനായി കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുന്നത്. നിങ്ങൾ ഈ കണ്ണിപ്പിൻ്റെ ശുശ്രൂഷയിൽ പാടിയ അൻപുടയോന് പകരം പാടിയ പാട്ടിൽ ശ്രദ്ധിച്ചു കാണും. അവളുടെ വിശ്വാസം വിജയിച്ചു എന്ന് നിങ്ങൾ പാടി, നമ്മൾ ഒന്നിച്ച് പാടി. അവളുടെ വിശ്വാസം വിജയിച്ചു. അത് വലിയൊരു സാക്ഷ്യമാണ് പിതാക്കന്മാർ നൽകുന്നത്. ഒരാളുടെ വിശ്വാസം വിജയിച്ചു എന്ന് പറയുമ്പം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, നമ്മുടെ വിശ്വാസത്തിൻ്റെ തലം എവിടെ നിൽക്കുകയാണ്? കർത്താവ് അവളോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ അയക്കപ്പെട്ടത് കാണാതെ പോയ എൻ്റെ ആട്ടിൻകൂട്ടത്തിലേക്കാണ്.
ഞാൻ അനുഗ്രഹങ്ങളും കൃപകളും അവർക്ക് നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞത്, കർത്താവ് പറഞ്ഞു, മേശയിലിരിക്കുന്നത് നായ്ക്കൾക്ക് കൊടുക്കാറില്ലല്ലോ. അവൾ ആ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയിൽ നിന്ന് തൻ്റെ മകളുടെ സൗഖ്യം ആണ് അവളുടെ ഉത്തമമായ ലക്ഷ്യം എന്നുള്ളത് കർത്താവിന് ബോധ്യപ്പെടുകയാണ്. അവൾ പറയുകയാണ്, മേശപ്പുറത്തു നിന്ന് വീഴുന്ന അപ്പത്തിൻ്റെ നുറുങ്ങുകൾ അല്ലേ, നമ്മുടെ മക്കൾ വളരെ സന്തോഷത്തോടുകൂടി ധാരാളിത്തത്തോടെ കഴിച്ചിട്ട് അതിൻ്റെ അംശങ്ങളുണ്ടല്ലോ, നഷ്ടപ്പെടുത്തുന്ന അംശങ്ങളുണ്ടല്ലോ, അതിലൊരു നുറുക്കു മതി എന്നുള്ളതാണ് ആ സ്ത്രീ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത്. ഇത് നമുക്കുള്ള ഒരു വലിയ ചിന്തയാണ്. നമ്മളൊക്കെ പരിശുദ്ധ സഭയിൽ എല്ലാവിധമായ അനുഗ്രഹങ്ങളും പ്രാപിച്ച് ദൈവത്തിൻ്റെ കൃപകൾ സ്വീകരിച്ച് കഴിഞ്ഞ നാളുകളായി തലമുറകളായി നമ്മുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങളും അനുഗ്രഹങ്ങളും ദൈവം തരുമ്പം ഇത് നന്മയുടെ മേശപ്പുറത്താണ്. അനുഗ്രഹങ്ങളുടെ, ദൈവം തരുന്ന നന്മകളുടെ മേശയിലിരുന്ന് നമ്മൾ അനുഗ്രഹങ്ങൾ ഭക്ഷിക്കുന്നവരാണ്. അവിടെയാണ് കർത്താവ് പറഞ്ഞത്, നീ നിൻ്റെ മക്കൾക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുത്തോ, പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് വീഴുന്ന ഒരു നുറുങ്ങ് മതി. ഇത് പിതാക്കന്മാർ വളരെയധികം വ്യാഖ്യാനങ്ങൾ നൽകുകയാണ്. അനുഗ്രഹങ്ങളുടെ മേശപ്പുറത്ത് വലിയ നന്മകൾ അനുഭവിച്ച് ജീവിക്കുമ്പോൾ ഈ നോമ്പിൻ്റെ കാലത്ത് ബോധപൂർവം ചില നുറുങ്ങുകൾ മറ്റുള്ളവർക്ക് വേണ്ടി അവശേഷിപ്പിക്കുവാൻ ബാധ്യതയും കടമയുമുള്ളൂ നമുക്ക്. പഴയ നിയമകാലത്ത് പ്രത്യേകിച്ച് രൂത്തിന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പം ഈ കാല പെറുക്കുക എന്നൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഗോതമ്പ് കൊയ്ത് കഴിയുമ്പം, മുന്തിരിയുടെ വിള എടുത്തു കഴിയുമ്പം ബോധപൂർവം ആ കൊയ്യുന്നവർ യജമാനൻ്റെ നിർദ്ദേശപ്രകാരം കുറേ ഇടയ്ക്കിടയ്ക്ക് അവശേഷിപ്പിക്കും. ഈ ധാരാളം ആളുകൾ കൃഷി ചെയ്തിട്ടുള്ളവരാണ്, നെല്ലൊക്കെ എനിക്കറിയാം. അത് കൊയ്യുന്ന സന്ദർഭങ്ങളിൽ പോലും കറ്റ കെട്ടിയെടുക്കുമ്പോഴും ചില ശേഷിപ്പുകൾ അവിടെ ഉണ്ട് അല്ലേ. ഈ കൊയ്ത്ത് കഴിഞ്ഞ് കളപ്പുര നിറഞ്ഞു കഴിയുമ്പോഴും ഒന്നുമില്ലായ്മയുടെ അനുഭവത്തിൽ പാവപ്പെട്ടവരായ ആളുകളൊക്കെ ചെന്ന് നോക്കുമ്പം ഈ ഗോതമ്പ് കറ്റ കെട്ടി കൊണ്ടുപോയതിനു ശേഷവും അവർക്കുള്ള ഒരു ശേഷിപ്പ് ആ യജമാനൻ ബോധപൂർവം അവിടെ ഉപേക്ഷിക്കും. മുന്തിരിയുടെ വിളയെടുക്കുമ്പോഴും അതിൽ ശ്രേഷ്ഠമായത് മാത്രം എടുത്തിട്ട് കുറേ അവശേഷിപ്പിക്കും. അതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗം. അതേ അനുഭവമാണ് കർത്താവ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. കർത്താവ് അവളുടെ വിശ്വാസത്തിൻ്റെ ആഴം അളക്കുകയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. പക്ഷെങ്കിൽ അവൾ കർത്താവിനെ വിട്ട് പോകുന്നില്ല, മുറുകെ പിടിച്ചേക്കും. ഒരു പക്ഷെങ്കിൽ നീയാണോ ക്രിസ്തു, നീയാണോ ദൈവത്തിൻ്റെ പുത്രൻ എന്നൊക്കെ ചോദിച്ച് പിറുപിറുത്ത് എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടാക്കി പോകാമായിരുന്നു കർത്താവ് ഇങ്ങനെ ചോദിച്ചപ്പം. പക്ഷെങ്കിൽ അവൾ ആ വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് തൻ്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുകയാണ്. വിശ്വാസത്തോട് ആ വിജയിച്ച വിശ്വാസമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇന്ന് നമുക്ക് ഒരാവശ്യമുണ്ട്. നമ്മൾ ആരോടെങ്കിലും ഒരാവശ്യം പറഞ്ഞു, ആ ആള് അത് സാധിച്ചു തന്നില്ലെങ്കിൽ നമുക്ക് എന്താ തോന്നുക? കൊച്ചു പിള്ളേർ ചില ആവശ്യങ്ങൾക്ക് അപ്പനോടും അമ്മയോടും വാശി പിടിക്കും. അപ്പനും അമ്മയ്ക്കും അത് ആവശ്യമില്ലാന്ന് തോന്നിയാൽ വാങ്ങിച്ചു കൊടുക്കത്തില്ല അല്ലേ. പിള്ളേർക്ക് കുറേ ദേഷ്യം വരും. അപ്പനും മക്കളും ആയതുകൊണ്ട് ആ ദേഷ്യമൊക്കെ പോവും. വേറെന്തെങ്കിലും കിട്ടുമ്പോൾ അവർ മറക്കും. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ പലരെ പല രീതിയിൽ സഹായിച്ചിട്ടുണ്ടാവാം. നമുക്കൊരാവശ്യം വരുമ്പം സഹായിക്കാത്തവരോട് നമുക്ക് ദേഷ്യമാണ്, പകയാണ്, വിദ്വേഷമാണ്. ഏതൊക്കെ രീതിയിൽ അദ്ദേഹത്തെ ആക്രമിക്കാമോ ആ രീതിയിലൊക്കെ നമ്മൾ ആക്ഷേപിക്കും, അധിക്ഷേപിക്കും. അത് മനുഷ്യൻ്റെ സ്വഭാവം. ഈ സ്വഭാവം നമ്മൾ ദൈവത്തോടും ചിലപ്പോൾ കാണിക്കാറുണ്ട്. ഒന്നോ രണ്ടോ വട്ടം പ്രാർത്ഥിച്ചു കഴിയുമ്പം
ആ ആവശ്യം ലഭിച്ചില്ലെങ്കിൽ ദൈവത്തോട് പോലും പിറുപിറുക്കുന്ന സ്വഭാവം നമുക്കുണ്ട്, മനുഷ്യനുണ്ട്. പക്ഷെങ്കിൽ ഈ സ്ത്രീ അവസാന നിമിഷം വരെ വിശ്വാസത്തോട് ദൈവസന്നിധിയിൽ നിന്ന് ആ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയിൽ അഭയം പ്രാപിച്ച് തൻ്റെ മകൾക്ക് സൗഖ്യം പ്രാപിക്കുകയാണ്. അവൾ ആ വിശ്വാസത്തിൻ്റെ ആഴം അത്രയ്ക്ക് അവിടെ ഉള്ളിലില്ലായിരുന്നെങ്കിൽ കർത്താവ് പറഞ്ഞ 1-2 വാക്യത്തിൽ തന്നെ അവൾ വിട്ടുപോയേനെ. പ്രിയമുള്ളവരെ, അച്ഛന്മാരുടെ ഇടയിൽ ചിലപ്പം തമാശയ്ക്ക് പറയാറുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങളത് കാര്യമാക്കണ്ട, ഞാൻ ഇതോട് ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ. പള്ളികളിൽ ചെല്ലുമ്പം ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ആളുകൾ ആരാന്നറിയാമോ? ആരാ? ഇപ്പം ബദേൽ പള്ളിയിൽ അങ്ങനെയില്ല. നമ്മളൊരു പുതിയ അച്ഛൻ വരുമ്പം ആ അച്ഛനെ പരിചയം ഉണ്ടെങ്കിൽ ആദ്യമേ ചിലർ വിളിക്കും പള്ളിയിൽ ചെല്ലുന്നതിന് മുമ്പ്, അച്ഛാ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സാഹചര്യം, അവനെ സൂക്ഷിച്ചോണം, യവൻ കൂടെ ഉണ്ടാവും, അല്ലേ? മർത്തമറിയ സമയത്തിൽ ഇന്നയാളെ സൂക്ഷിച്ചോണം എന്നൊക്കെ വിളിച്ചു പറയുന്ന ഒത്തിരി പേരുണ്ടാവും. ഞാനിവിടെ വരാൻ നേരം ആരും എന്നെ വിളിച്ചില്ല, ഞാനത് സന്തോഷത്തോടു കൂടിയാവും അത് ഓർക്കുന്നു. ചില പള്ളികളിൽ പറയാറുണ്ട്, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപക്ഷെങ്കിൽ ഈ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടവരും പരീക്ഷനും എന്ന വേർതിരിവൊക്കെ കൊടുത്തത് ആരാ? ദൈവം തമ്പുരാനാണോ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവം ഒരു വേർതിരിവും കൊടുത്തിട്ടില്ല. നീ ആണ്, നീ പെണ്ണ്, നീ വിദ്യാഭ്യാസമുള്ളവൻ, വിദ്യാഭ്യാസമില്ലാത്തവൾ, നീ ചെറിയത്, നിനക്ക് ലോകപരിചയമുണ്ട് ഇല്ല, നീ സമ്പത്തുള്ളവൻ സമ്പത്തില്ലവൻ, ഈ വേർതിരിവുകളൊക്കെ കൊടുക്കുന്നത് ആരാ? മനുഷ്യന്. ദൈവം ഹൃദയങ്ങളെ മാത്രം തൂക്കി നോക്കുകയും ശോധന ചെയ്യുകയും ചെയ്യുന്നതാണ്. ദൈവം ഒരാളെ അനുഗ്രഹിക്കാൻ കാരണമായി തീരുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത്, അച്ഛന്മാർ ചിലപ്പോൾ ചില അച്ഛന്മാർ പറയും, ഒരു പള്ളി വന്ന ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതിൽ ഒരു വിഭാഗം ആൾക്കാർ മറ്റുള്ളവരെ പറ്റി നമ്മളോട് കുറ്റം പറയുന്നവരെ ശ്രദ്ധിക്കണം. കാരണം അവർ നമ്മളെപ്പറ്റി നാളെ കുറ്റം പറയും. രണ്ടാമത് വിശ്വാസപരമായ കാര്യം പറയും ചില പള്ളിയിൽ കുറേ വിശ്വാസത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന കുറേ പേര് കാണും. അവരെ സൂക്ഷിക്കണം. കാരണം വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതാരാ? സാധാരണക്കാരല്ല. സാധാരണക്കാർക്ക് രാവിലെ നേരത്തെ കുർബാനയ്ക്ക് വരണം, കുർബാന അനുഭവിക്കണം, വചന ശുശ്രൂഷ കേൾക്കണം, ആവശ്യമുള്ള കാര്യങ്ങൾ പ്രാർത്ഥിച്ച് അവർ വീട്ടിൽ പോകും. എന്നാൽ വിശ്വാസത്തിൽ തീക്ഷ്ണതയുണ്ട് എന്ന് കാണുന്നവർ, സ്വയം തോന്നുന്നവരെ സംബന്ധിച്ച് അവരെ എന്നും പേടിക്കണം. അവർക്കിതല്ല മറ്റേതാണ് നല്ലതെന്ന് തോന്നി അവർ പോവും. അവിടെ നിൽക്കത്തില്ല, അതിനപ്പുറവും പോവും. അതുകൊണ്ട് ദൈവസന്നിധിയിലുള്ള ആഴമായ വിശ്വാസമാണ് നമ്മുടെ നന്മകളുടെ അടിസ്ഥാനം. വാക്കുകളോ പുറമേയുള്ള കാണിക്കാനുള്ള സർട്ടിഫിക്കറ്റോ അല്ല. ദൈവം സൂക്ഷിച്ചു നോക്കുന്ന മനസ്സ് നിർമ്മലമായി സൂക്ഷിക്കുവാൻ വിജയിച്ച വിശ്വാസം കനാന്യ സ്ത്രീയെപ്പോലെ നമുക്കും പ്രാപിക്കുവാൻ ഈ നോമ്പുകാല ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും ഹാലേ ലുയ്യോ ഹാലേ ലുയ്യ. നിന്നഭിഷക്ത മുഖം തിരുപ്പിക്കല്ലേ, നിന്ദാസൻ ദാവീദിൻ മൂലം. നിൻപുത്രന്മാർ കാത്തിടുമെങ്കിൽ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുവേ, സാക്ഷിയും ബാറയ്ക്കുമോ. ബഹുല ബോലെ ബറുവൽ റോഹോ ഖാദീശോ. മെനുഗോലം വാദാമുൽഗോലം വൽമീനാമി. ശുചിയോട് ശുദ്ധ്യാബസ്കുദിശ. സ്പർശിച്ചുള്ള പാദങ്ങൾ പുകുധ്യാന ദ്വാരങ്ങൾ
വസീകേണം സൗമൻ കാലസ്കുറിയായിസോ നിർമ്മലമദ്ബഹായിൽ കാത്രോ സ്നേഹാൽ ശുശ്രൂഷിച്ചോരാം വൈദികരെ പിൻചൊല്ലും നീറേന്മാർ ദേവാകാരി ബാറയ്ക്കുമോ ബഹുല ബോലെ ബറോവൽ റോഹോ ഖാദീശോ ദൈവസുദാദീനെ ശുശ്രൂഷിച്ചൊരു വൈദികരെ നിന്നാഗമനമാനാളിൽ ഓർത്തുമുഖപ്രഭൈകേണമേ മുറിയോറായി മേലയിലുവാതാറായി ആചാരീഷ മഷിഹാകുദാശകളർപ്പിച്ചോ രാജാരിന്മാ കീകുക പുണ്യം നാദാസ്തോത്രം മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുല്ലിനു തുല്യം നരനുടെ നാളുകളോ ഹല്ലേലൂയ പൂക്കുന്നിത് വയലിൽ പൂച്ചെടി പോലെ പാറയ്ക്കുമോ ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരനിൻ ജീവാസുരമതുണർത്തണമേ കബറിനുദ്യാനത്തിനായി സ്തൗമൻ കാലസ്കുറിയിലായി സോൻ ഉയരേകുന്നോൻ രാജ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ വൃതരാമേവർക്കും നൽകുന്നു കവറുകളുള്ളിൽ നീങ്ങരുരുടെഴുന്നേറ്റു ഉയരകു നിന്നെ സ്തുതി ചെയ്തിടുന്നു പാർക്കുമോ എൻ്റെ ശരീരം ഭക്ഷിച്ചെൻ്റെ രക്തം പാനം ചെയ്തു പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ ഞങ്ങത്തിട്ട് മരിച്ചത് ഞാൻ എന്നും കാർത്ത മരമതിനുയരെ കർത്താവേ ഉള്ളിന് കെട്ടിയത് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നുള്ള പ്രാർത്ഥന. ബാറയ്ക്കുമോറിൻ്റെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം എൻ്റെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ എൻ്റെ ദുർവികാരങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുമാറാകണമേ. എൻ്റെ കർത്താവും ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞാൻ യോഗ്യനായി തീരണമേ. ആമീൻ. രക്ഷകനുര ചെയ്ത എന്മേരെ തങ്ങൾ കൈക്കൊള്ളുന്നോരിൽ വാസം ചെയ്യും ഞാൻ. ഗോത്രം ഭക്ഷണമാ രുധിരം കാസായ
നമ്മുടെ ദൈവമായ മിശിഹ തമ്പുരാന്റെ തിരുശരീര രക്തങ്ങളാവുന്ന പാപപരിഹാരപ്രദമായ തീക്കട്ട രണ്ട് ലോകങ്ങളിലും നിത്യമായി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും വേണ്ടി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. ശരീരങ്ങൾ കൈക്കൊണ്ടത് മൂലം അന്ത്യദിനെ ഞങ്ങൾ വിധിയേറ്റിടരുതേ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുമെന്നും അവസാന ദിവസത്തിൽ ഞാൻ അവനെ എഴുന്നേൽപ്പിക്കുമെന്നും പുണ്യവും പരിശുദ്ധവുമായ എന്നെ തിരുവായറിൽ ചെയ്ത് വാഗ്ദാനം ചെയ്തിരിക്കുന്നതല്ലോ. എൻ്റെ കർത്താവേ, നിന്റെ പരിശുദ്ധ ശരീരം ഞാൻ ഭക്ഷിക്കുകയും പുണ്യപ്രദമായ നിന്റെ രക്തം കുടിക്കുകയും ചെയ്തിരിക്കുന്നു. അതെനിക്ക് ന്യായവിധിക്കോ പ്രതികാരത്തിനോ ശിക്ഷയ്ക്കോ കുറ്റാരോപണത്തിനോ ആയി തീരാതെ എൻ്റെ കർത്താവ് എന്നേക്കെൻ്റെ ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട പുനരുദ്ധാനത്തിനും നിന്റെ ഭയങ്കര സിംഹാസനത്തിനും ഭാഗ്യമുള്ള മുഖപ്രസന്നതയ്ക്കുമായി തീരണമേ. ആമീൻ. രക്തങ്ങൾ ഞങ്ങൾക്കാചാരം തന്നതിനാൽ വിധിയിൽ നാദാ ചേർക്കരുതേ. സത്യം കാക്കുന്നു രുദ്ദമവിധിനാഥ, കടമെല്ലാം പോകി വിധിയൊഴിവാക്കണമേ. രക്ഷകനുര ചെയ്ത രക്തങ്ങൾ കൈക്കൊള്ളുന്നോരിൽ വാസം ചെയ്യും ഞാൻ. വിശ്വാസാൽ ശുദ്ധ്യ എന്നെ കൈക്കൊണ്ട് കൽപ്പന കാക്കുന്നു എൻ സ്നേഹിതനല്ലോ. ആത്മാവിനു മുക്തി നേടാൻ പുണ്യമേഴും രക്തശരീരങ്ങൾ രക്ഷകനീ നൽക. രക്തശരീരങ്ങൾ കൈക്കൊണ്ടത് മൂലം
വിധിയേറ്റിടരുതേ. നിന്മേരക്തങ്ങൾ ഞങ്ങൾക്കാചാരം തന്നതിനാൽ വിധിയിൽ നാദാ ചേർക്കരുതേ. നാമട്ടസിച്ച് പറയണം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ആദി മുതൽ തലമുറ തലമുറകൾ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. മദ്ബാഹോ, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്നും നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ തിരുമുമ്പാകെയുള്ള മോപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ച് നോക്കി പാർക്കുന്ന ഈ നിന്റെ ആരാധകരുടെ മേൽ നിന്റെ അദൃശ്യമായ വലത്ത് നീട്ടി അനുഗ്രഹിക്കണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമാവുന്ന യേശുമിശിയാവുന്ന ദൈവത്തിൻ്റെ കൃപകളും കരുണകളും ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും ഇത് അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് ഇതിൽ സംബന്ധിക്കുന്നവരും സംബന്ധിക്കാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടാകണമേ. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും നമ്മുടെ വാങ്ങിപ്പോരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. സ്തുതി ദൈവത്തിനുയരത്തിൽ തന്മാതാവിൽ ഉന്നതിയും മഹിമാമോടി സദേന്മാർക്കും മൃതരിൽ കരുണയുമുണ്ടാക. ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവവുമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്തു എന്ന പുണ്യമുണ്ടാക്കുന്ന നിന്റെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ ആയി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെയും ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പാടും കബറടഞ്ഞോർന്നൽ ശരണം നീ മൃതർദനുയർപ്പും നീതന്നെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ,
ഞങ്ങൾക്ക് വേണ്ടി നിന്റെ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ നിനക്ക് കൃതജ്ഞതയർപ്പിക്കുന്നു. മഹത്വവും വിസ്മയനീയമായ ഈ ദിവ്യ നിക്ഷേപം ഞങ്ങളിൽ നീ കാത്തു സൂക്ഷിച്ച് നിന്റെ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ അബുക്കൂല സുബാൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിൻ്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിൻ്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. മഹത്വത്തിന്റെ രാജാവായ മിശിഹാ തമ്പുരാനെ, വിശ്വാസികളായ നിന്റെ ജനങ്ങൾക്ക് പാപപരിഹാരം നൽകണമേ. നിന്റെ ഇടവകയുടെ തെറ്റുകളെ ക്ഷമിക്കണമേ. ധനവാന്മാരെ ദാനശീലരാക്കണമേ. അനാഥരെയും വിധവന്മാരെയും സംരക്ഷിക്കണമേ. ദരിദ്രന്മാരെ സഹായിച്ച് പുലർത്തണമേ. ആവശ്യക്കാരുടെ കുറവുകളെ നീ പരിഹരിക്കണമേ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും യോഗ്യമാവുന്നു. ഓശോ വബുക്കൂല സുബാൻ ലൗൻമേ. ആമീൻ. ബാറേക്കുമോ. ദാവീദാത്മജനായ ദൈവാത്മജ നിത്യ നാളിൽ നൃപദാവീരിൻ നന്ദനവരെ നിമ്നയോടാട്ടി നിയമിത സൂതനാണെന്നിവനും നിന്നി വെറുമന്യന്മാ വിശ്വാസത്താൽ ദൈവിക സുഹൃതം പലരും നേടി. ജ്ഞാനായ ആത്മജതൻ ഭൂതത്തെ നീക്കിയ മശിഹാ ഭൂതോദ്രവമിവരിൽ നിന്നും നീക്കിടണമേ. അവളം നോണം ഞങ്ങളുമാശി സാർജിക്കണമേ. അതുപോൽ ഞങ്ങൾ കാശീർവാദം നൽകിയിടണമേ. ലോകാധീശൻ സുസദനദിൽ കൂടി പോകുമ്പോഴൊരു ഗനാന്യ സ്ത്രീ മാർഗേ നിന്നെ പങ്കിടാൻ നീ ഉയരത്തിൽ നിന്നുലകം പൂകിയ നാഗമഹാവൈദ്യൻ ഭൂതത്തിൽ നിന്നൻ സുതയെ കാക്കേണം വൈദ്യാധീശ. അവൾ നിന്നാട്ടിൻ കൂട്ടത്തിൽ പെണ്ണാടായി നിന്നെ വാഴ്ത്തും. സെലൂൻ ബെസ്റ്റോമോഹായ് നബിബായ്, എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പാപപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്നും നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളോടും യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധവും അഗ്നിയുമാവുന്ന വിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലെ പോവീൻ. ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും വാങ്ങിപ്പോയവരും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിജയശ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസായുടെ റൂഷ്മയാൽ മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ തൃത്വം നമ്മുടെ കടങ്ങളെ ക്ഷമിക്കും, തെറ്റുകളെ പോക്കും, വിശ്വാസികളായി നമ്മുടെ വാങ്ങിപ്പോയവരെ താൻ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ
ബലഹീനനും പാപിയുമാവുന്ന ദാസനാവുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയാൽ സഹായവും കരുണയും പ്രാപിപ്പാനായിട്ട് തന്നെ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് തൃപ്തരായി സമാധാനത്താലെ പോകുകയും എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. കർത്താവിടുത്തെ കുർബാന അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനയാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. Thank you for watching this video. Please like, share and subscribe for my channel, the FOS Media HD.